ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോയിൽ കാണിക്കുന്നത് സുസ്മിതയെ ഉപേന്ദ്രൻ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വിഷ്ണു ഇപ്പോഴും അവിടെ തന്നെയുള്ളത്. അങ്ങനെ വിഷ്ണു ഇറങ്ങാൻ നേരത്തായിരിക്കും അങ്ങോട്ട് സുസ്മിത വരുന്നത്. ഇത് കാണുമ്പോൾ വിഷ്ണു ആദ്യം കേട്ടുന്നുണ്ടെങ്കിലും പിന്നീട് സുസ്മിതയുടെ കുറച്ച് ഡയലോഗ് ഉണ്ട്. ഈ സമയം വിഷ്ണു പറയും, എവിടുന്നൊക്കെ നീ രക്ഷപ്പെട്ടാലും എന്റെ നിയമപുസ്തകത്തില് നിനക്ക് ശിക്ഷയുണ്ട്. അത് തടയാൻ നിനക്കോ നിന്റെ കൂടെയുള്ള ഉപഗ്രഹങ്ങൾക്കോ കഴിയില്ല എന്ന് പറഞ്ഞ് ഉഭയചന്ദ്രനെ നോക്കുന്നുണ്ട്. അങ്ങനെ അത്രയും പറഞ്ഞ് ഒരു ഭീഷണിയൊക്കെ അവിടെ കാഴ്ചവെച്ചിട്ടാണ് വിഷ്ണു അവിടുന്ന് പോകുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമ രാഘവേട്ടനും കുട്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ഡോക്ടർ രാഘവേട്ടനെ പുറത്തിരുത്തി പരിശോധന കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഭാമയോട് പറയണേ, അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കാൻ പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടും, അത് തന്നെയാണ് അസുഖം. അത് കേൾക്കുമ്പോ ഭാമയ്ക്ക് ആകെ സങ്കടാകും. ആകെ വിഷമത്തിൽ ഇങ്ങനെ രാഘവേട്ടനെ തന്നെ ആലോചിച്ച് നിൽക്ക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു കുടുംബശ്രീ വീട്ടിലെത്തിയിരിക്കണേ. ശാലിനി പറയും, ശ്യാമയുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം വിഷ്ണു ഏട്ടാ, എങ്കില് മോൾക്ക് അവിടെ നല്ലൊരു ജീവിതം ഉണ്ടാകോ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയണേ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ശ്യാമയും പപ്പിയും കൂടെ നേരെ വീണ്ടും രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ചെന്നിരിക്കുന്നത്. ഈ പോക്ക് എന്തുദ്ദേശത്തിലാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ശ്യാമയും മോളും വരുമ്പോ രോഹിത് ഇത് കണ്ട് ഞെട്ടുന്നുണ്ട്. സുസ്മിത മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് ഇവനെയും കാണാം. ഇനിയൊരു പക്ഷേ ഇവരുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി ഷാലിനി തന്നെയാണ് ശ്യാമ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഒക്കെ രേഖപ്പെടുത്തണേ. താങ്ക്